ഞാനിപ്പോൾ ഉള്ളത് എടപ്പള്ളി സെയിന്റ് ജോർജ് ഫെറോന ചർച്ചിലാണ്. എൻ്റെ വീടിന് നിയർ ബൈ തന്നെയാണ് എടപ്പള്ളി പള്ളി. സെയിന്റ് ജോർജിന്റെ പെരുന്നാൾ നടക്കുകയാണ് അവിടെ. മെയ് 3-4 തീയതികളിലാണ് അവിടെ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിനത്തിൽ ഗീവറീസ് പുണ്യാളന്റെ വിശുദ്ധ രൂപം എഴുന്നള്ളിച്ച് എടപ്പള്ളി നഗരത്തിലൂടെ പട്ടണ പ്രദക്ഷിണം ഉണ്ടായിരിക്കും. നിരവധി ആളുകളാണ് ആ പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നത്. വിശുദ്ധന്റെ രൂപത്തെ വെറ്റിലയും പൊരിയും നേർച്ചയായി എറിയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഏപ്രിൽ മാസം ലാസ്റ്റ് തുടങ്ങി മെയ് 15 വരെയാണ് അവിടെ പെരുന്നാൾ കേട്ടോ. ആ സമയത്ത് ഈ പരിസരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയും. ഇനി നിങ്ങൾ വന്നിട്ടില്ലേ, വന്നോളൂ കേട്ടോ. മെയ് ലാസ്റ്റ് വരെ ഇവിടെ തിരുനാൾ ആഘോഷം ഉണ്ടാവും. ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഇത്. AD 593 ഇത് സ്ഥാപിച്ചതായി പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് സെയിന്റ് ജോർജ് ഫെറോന പള്ളി. ഇമാജിൻ ചെയ്യൂ, 1400+ ഇയേഴ്സ് ബാക്ക്. ഓ മൈ ഗോഡ്. 2015 ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ പുതിയ പള്ളി നിർമ്മിച്ചത്. ഇവിടുത്തെ പുതിയ പള്ളിയുടെയും പഴയ പള്ളിയുടെയും ഇന്റീരിയർ ഒക്കെ ഓരോ തീമാണ് കേട്ടോ. നല്ല ഭംഗിയുമാണ്. ഒരു ഡിവൈൻ ആംബിയൻസ് ഫീൽ ചെയ്യും. ഇവിടുത്തെ തിരുനാളിന് 10,000-കണക്കിന് ആളുകളാണ് വരുന്നത്. മെയ് ലാസ്റ്റ് വരെ തിരുനാളിനോടനുബന്ധിച്ച് പള്ളിയിൽ ഓരോ ദിവസവും ഓരോ സ്ഥലത്തു നിന്നും 1000-കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ പെരുന്നാളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കോഴി നേർച്ച. കോഴി, മുട്ട ഇതൊക്കെ വിശുദ്ധന് നേർച്ചയായി കൊടുക്കും. എല്ലാവരും വിശ്വസിക്കുന്നത് പാമ്പുകളിൽ നിന്നും മറ്റു ക്ഷുദ്രജീവികളിൽ നിന്നും ഒക്കെ നമ്മളെ രക്ഷിക്കുന്നു എന്നാണ്. കുതിരപ്പുറത്തിരുന്ന് ഭീകരനായ സർപ്പത്തെ കൊല്ലുന്ന രൂപം എല്ലാ വിശ്വാസികളുടെ മനസ്സിലുള്ളതും ഇതുകൊണ്ടാണ്. നമ്മൾ കാഴ്ചയായി സമർപ്പിക്കുന്ന കോഴിയെ ലേലം വിളിക്കും. പിന്നീട് പള്ളിക്കടുത്തുള്ള ഗ്രൗണ്ടുകളിൽ വെച്ച് ഇത് കറി വെച്ച് കഴിക്കുകയും ചെയ്യും. പണ്ട് മുതലേ ഇങ്ങനെ ഞാനും വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും കൂടി കുടുംബക്കാരും മൊത്തമായിട്ട് പാത്രവും കറി വെക്കാനുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ ആയിട്ട് എത്തും. എന്നിട്ടാണ് ഇവിടെ കറി വെക്കുന്നത്. കസിൻസിനെ എല്ലാവരും ഒത്തുകൂടാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ് ഇത്. തിരുനാളിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ നമുക്ക് ഈ നേർച്ച നടത്താനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ. എടപ്പള്ളി പള്ളി മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ആചാരം പറഞ്ഞു കേട്ടിട്ടുള്ളത്. സെയിന്റ് ജോർജ് പുണ്യാളൻ ക്രിസ്ത്യാനികളിൽ തന്നെ ഏറ്റവും ധീരനും ആദരണീയനുമാണെന്നാ എന്നോട് എൻ്റെ അമ്മൂമ്മ, എൻ്റെ സെലിമിച്ചി പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ പണ്ടു മുതലേ ദൂര യാത്രകളൊക്കെ പോകുമ്പോൾ ഈ പള്ളിയിൽ വന്ന് നേർച്ച ഇട്ടിട്ട് എല്ലാവരും പോകും. ഒരു വിശ്വാസമാണ്. ഞങ്ങളും വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോൾ വന്നിട്ടുണ്ട്. എല്ലാ വർഷവും എൻ്റെ അപ്പച്ചൻ അങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകും. ചെറുതിലെ മുതലേ ഞാനും ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എല്ലാവരും അത് തുടർന്നു പോകുന്നു. എന്തിനും ഒരു തുടക്കം പുണ്യാളന്റെ അടുത്തു നിന്ന്. ജനറേഷനായി കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. പിന്നെ ഈ പള്ളിയിൽ ഒരിക്കലും വറ്റാത്തൊരു കിണറുണ്ട്. രോഗശാന്തിക്ക് വേണ്ടി ഒത്തിരി ആളുകൾ ഈ വെള്ളം എടുക്കാറുണ്ട്. ഞങ്ങളും എപ്പോ ഈ പള്ളിയിൽ വന്നാലും ഈ വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ ഈ പെരുന്നാൾ വന്നാൽ ഒത്തിരി കടകൾ ഇവിടെ വരും കേട്ടോ. കമ്മല്, മാല, വള, പിള്ളേരുടെ ടോയ്സ്, പലതരം കടകൾ പള്ളിയുടെ 2 സൈഡും ഓപ്പോസിറ്റ് റോഡിലും ഉണ്ട്. എന്തിന്, അലമാരി, കട്ടില് ഇതൊക്കെ ഇവിടെ കിട്ടും. ഹാൻഡ് മെയ്ഡ് പലഹാരം, കത്തി, മൺചട്ടി എന്ന് വേണ്ട ഒരു ലോഡ് സാധനങ്ങൾ ഈ പള്ളിമുറ്റത്തുണ്ടാവും. കണ്ണെത്താ ദൂരെ വരെ കടകളാണ്. ഒരറ്റത്തുനിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ നമുക്ക് ലൈവായി കിട്ടുന്ന ഫുഡ് ഐറ്റംസും എല്ലാം ഇവിടെ റെഡിയാണ്. എൻ്റെ അമ്മയൊക്കെ ഇവിടെ പള്ളിപ്പെരുന്നാളിന് വരുമ്പോഴാട്ടോ മൺചട്ടിയൊക്കെ വാങ്ങുന്നത്. വീട്ടിൽ ഏതെങ്കിലും ചട്ടി പൊട്ടിപ്പോയാ അപ്പൊ പറയും അമ്മ, ഇനി അടുത്ത പെരുന്നാൾ വരണം ഒന്ന് വാങ്ങണമെങ്കിൽ. നല്ല ക്വാളിറ്റി സാധനമൊക്കെ ഇവിടെ ഈ പള്ളിപ്പെരുന്നാളിന് ഈ മുറ്റത്ത് നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഈ പെരുന്നാൾ ഒരു സെലിബ്രേഷൻ ആണ്. ഒരു ജനറേഷൻ ടു ജനറേഷൻ കണക്ട് ചെയ്യുന്ന ഒരു ഓർമ്മ. സെയിന്റ് ജോർജ് ഫെറോന ചർച്ച് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം. ഈ പെരുന്നാൾ എൻ്റെ മനസ്സിൽ ഒരു നല്ല ഓർമ്മയാണ് എന്നും തന്നിട്ടുള്ളത്. ഇനി നിങ്ങളും വരുമോ ഈ പള്ളി പെരുന്നാൾ കാണാനായിട്ട്? ഞാൻ പറയുവാണേ, ഇത് നിങ്ങൾക്കൊരു അനുഭവമാകും. എടപ്പള്ളി പള്ളി പെരുന്നാൾ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ?
താങ്ക്സ് ഫോർ വാച്ചിങ് സൺഷാസ് നെസ്റ്റോറ. സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ ഫാമിലി വ്ലോഗ്സ് കമ്മിങ് സോൺ. താങ്ക് യു ഗൈസ്.